ഹലോ, നമ്മള് ഗുഡ് നൈറ്റ് പറയണോ ഗുഡ് ഈവനിങ് പറയണോ നെടുമുടി പറഞ്ഞ മാതിരി അങ്ങനത്തെ അവസ്ഥയിലാണ്. നമ്മള് 7:15 ഗുഡ് നൈറ്റ് ഒക്കെ പറയാം അല്ലെ. അപ്പൊ നമ്മളെ കിതാബൊക്കെ എടുത്ത് വെച്ചിട്ടോ. എന്തൊക്കെയാ പിന്നെ എല്ലാരും ഞായറാഴ്ച ആഘോഷിച്ചോ? ഹാപ്പി ആയിരുന്നോ? നല്ല ഫുഡൊക്കെ കഴിച്ചോ? നല്ലപോലെ ഉറങ്ങിയോ? വൃത്തിക്ക് എണ്ണ തേച്ചൊക്കെ കുളിച്ചോ? അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇന്ന് ഞായറാഴ്ച കഴിഞ്ഞ് ഇന്നാളെ വർക്കിനൊക്കെ പോണ്ടേ, സ്കൂളിൽ പോണ്ടേ, കോളേജിൽ പോണ്ടേ, എല്ലാരും അങ്ങോട്ട് പോവുക. നമ്മളെ കഥ ഒന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം, നേരം വെക്കണ്ട അല്ലേ. അപ്പൊ നമ്മള് എവിടെയാ പറഞ്ഞു നിർത്തി? ഞാനിതാ ഒരു പൊട്ടെടുത്ത് കൈമത്തൊട്ടിക്കണേ. നമ്മള് കഥയൊക്കെ പറയുമ്പോ ഒരു ചിരി സുന്ദരിമയൊക്കെ നിന്നോട്ടേനെ അല്ലേ. നമ്മൾ പൊട്ട് തൊട്ടാലും പൊട്ട് തൊട്ടില്ലെങ്കിലും ഒക്കെ ഒരേപോലെ അല്ലേ. അപ്പം പിന്നെ നമ്മൾ ഇന്ന് കഥ അങ്ങോട്ട് പറയാൻ പോവാണ്. ഇന്നലെ നമ്മൾ എവിടെ വരെ എത്തി? നമ്മളെ കഥാനായകൻ നമ്മളെ ആ പടിപ്പുര വാതിലൊക്കെ കടന്ന് അവിടെ കയറി അല്ലേ. കയറിന്ന് അപ്പം ജിഷ അങ്ങനെ തന്നെ ഓടി അപ്പുറത്തേക്ക് പോയല്ലോ. അവൾ ഒറ്റയ്ക്കാണുള്ളത്. അപ്പൊ അവള് നിലവിളക്ക് കത്തിച്ച് വെച്ചിക്കണം. നമ്മളെ മഞ്ജു നിലവിളക്ക് വീട്ടിൽ കത്തിച്ച് വെച്ചിട്ട് അവളകത്തേക്ക് പോയതാണ്. പൂജാമുറിയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോ അവള് വിളക്ക് കത്തിച്ച് വെച്ചത് കെട്ടുണ്ടാവും, എടുത്ത് വെക്കട്ടെ വിചാരിച്ചിട്ട് നമ്മളെ ഉമ്മറത്തേക്ക് വന്ന് വിളക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. വിളക്കിന്റെ നേരെ അവരെ പടിയൊക്കെ ഉണ്ട്, പിന്നെ കുലായിൽ താഴെ കൊലായൊക്കെ ഉണ്ട്. ആ വിളക്കിന്റെ നേരെ തന്നെ കയറിൻ്റെ ഒരാളെ നിൽക്കണം. നമ്മളെ ഹരിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവള് കണ്ടേ വയ്ക്ക് ഇവള് വിളക്ക് എടുക്കാണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ, എന്താ പറയാ, ഒന്നും ഇവിടെ ആരും ഇല്ല എന്നുള്ളത് പറയാൻ പോലും ഇങ്ങോട്ട് വരുന്നില്ല. ഒക്കെ പെട്ടെന്നുള്ള ഒറ്റയ്ക്കല്ലേ, ഒറ്റപ്പെട്ടിട്ട് പിന്നെ പെട്ടെന്ന് ഈ ആളായിട്ട് വലിയൊരിതില്ലല്ലോ, സുഖമല്ലല്ലോ. അപ്പൊ എന്താ പറയണ്ടേ വെച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോ മഞ്ജു വിളിക്കും. വിളിച്ച മടങ്ങോളിങ്ങനെ വിളക്കിനെ അങ്ങനെ നോക്കി ഇങ്ങനെ തന്നെ നിന്നാളും. അപ്പോൾ ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നോക്കും. എനിക്കൊരു കാര്യം പറയാണ്ട്. അപ്പോൾ ഇവിടെ ആരും ഇല്ല, ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ വന്ന് പറഞ്ഞോളൂ. പിന്നെ അപ്പം പറയും ആ കുലായിലേക്ക് അവിടെ കയറിയിട്ട് അവിടെ ശിഷ്യൊക്കെ പഠിക്കുന്നൊരു മേശ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് പോയിരിക്കും. ഇരുന്ന പടന്ന. അപ്പോൾ ഇവിടെ ആരും ഇല്ല ഒന്ന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം പറയാം ആ ശരിയെന്ന്. അപ്പോൾ ഓരൊക്കെ വായിച്ചും കൊണ്ടിരുന്ന ഒരു അന്ന് മനോരമ മംഗളം എന്തെല്ലാം ഉണ്ട്, പൗരധനി, ഇതൊക്കെ വാരികകൾ, അതിൽ കഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വാരിക ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നമ്മളെ ഈ കടലാസ് അങ്ങോട്ട് വെച്ച് നമ്മളെ എന്ത് ലവ് ലെറ്റർ എന്തോ ഒക്കെ അറിയില്ല, എന്ത് തരത്തിലടാ. ആ 3 ആഴ്ച മുമ്പ് വന്ന പെണ്ണിന് ലവ് ലെറ്ററൊക്കെ ആയിട്ട് വന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെക്കും. മുല്ലപ്പൂ മേശപ്പുറത്തും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവള് പറഞ്ഞല്ലോ ഇവിടെ ആരുമില്ല, പൊയ്ക്കോളാനുള്ള ഒരു ധ്വനിയാണെന്ന് അവന് മനസ്സിലാവും. അപ്പം പറയും എനിക്ക് ഇവിടെ ആരുമില്ല, ആളെളുപ്പം വന്നിട്ട് പറഞ്ഞാൽ മതി എന്നറിയാലോ. അപ്പം പറയും ശരി ഞാൻ പോവാണ്, എനിക്ക് പറയാനുള്ളൊക്കെ ഇതായി വാരികേൻ്റെ ഉള്ളിൽ ഒരു തുണ്ട് പേപ്പറുണ്ട്, അതിലുണ്ട്, അത് നോക്കിയാൽ മതി, ഞാനിപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറയും ഞാനൊന്ന് വായിച്ചതാട്ടോ, കണ്ണടയൊക്കെ ഇട്ടിട്ടാണ് വായിച്ചത്. ഇങ്ങനെ കണ്ണട ഇട്ടിട്ട് അയ്യോ ഞാനൊന്നും ചോദിക്കുന്നില്ലല്ലോ, കുട്ടികളെ നേരെ വൈകി പോകും, എൻ്റെ നെറ്റും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ അവൻ എഴുന്നിട്ട് പറയും ഞാൻ പോവാണ്, എനിക്ക് പറയാനുള്ള ആ തുണ്ട് പേപ്പറിലുണ്ട്, മുഴുവനില്ല ലേശമുള്ളൂ, പിന്നെ ഇത് കുറച്ച് മുല്ലപ്പൂവാണ്, നാളെ പരിപാടിക്ക് വരുമ്പോൾ വെച്ചിട്ട് വരണം. മഞ്ജു പറഞ്ഞല്ലോ ഇവിടെ ആരുമില്ല, ആളുകളുള്ളപ്പം വരാം, പക്ഷെ എനിക്ക് കാണേണ്ട മുഖം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇനി എൻ്റെ ജീവിതവും എൻ്റെ ലക്ഷ്യവും ഇതാണ്. അത് പറഞ്ഞിട്ട് അവനൊറ്റ ഇറങ്ങിപ്പോകും. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ
മനുഷ്യൻ എന്തൊക്കെയാ പറഞ്ഞേ, അവൾക്ക് തലക്കൊക്കെ ഒരു പെരുപ്പോ എന്തൊക്കെയോ വന്നു. വിളക്കെടുത്തേക്കണോ, ഞാൻ എന്താ ചെയ്യുക, എന്തിട്ടാ ഇപ്പൊ പറയണത്? അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ. ഇങ്ങനെ എന്താ വെച്ചാല് അവള് പഠിച്ച് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ കുട്ടികളാണ്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓരോരുത്തരും വയ്യ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ചെറിയമ്മൻ്റെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മള് പറ്റിയിട്ട് തെറ്റായി ധരിക്കൂലേ? അതൊക്കെയാണ് അവളെ മനസ്സിലേക്ക് വരണത്. ഒക്കെ അങ്ങോട്ട് തല പെരുത്തിട്ട് പിന്നൊക്കെ വിളക്കെടുത്തേക്കാൻ പോയപ്പോൾ കണ്ണ് കാണില്ല. വിളക്ക് ഇങ്ങനെ മങ്ങി കാണുക, തലക്കൊക്കെ എന്തോ പോലെ. അപ്പോഴേക്ക് ജിഷ അടക്കളപ്പുറത്ത് വന്ന് ചേച്ചി എന്താ ചെയ്യാ വെച്ചപ്പോൾ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ നിൽക്കും. എന്താ ചേച്ചി എന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വട്ടം ചുറ്റാ, തല ഇങ്ങനെ വട്ടം ചുറ്റണ മാതിരി ഇടുത്തടിച്ച പോലെയല്ലേ പറഞ്ഞത്. അങ്ങനെയൊന്നും ഒരാളടുത്ത് പറയാൻ പാടില്ല. അതും ഇപ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെ, എങ്ങനെയും അല്ല. ഇപ്പൊക്കെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കാനൊക്കെ പറയാ. അങ്ങനെ ഓളിങ്ങനെ ഒരു മന്ദത പോലെയായ ഓളറിയ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വീഴുന്നുള്ളൊരവസ്ഥ. തലയ്ക്ക് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ ഓള് മെല്ലനെ ഇങ്ങനെ തല പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ജിഷ എന്താണ് ചേച്ചി വയ്ക്കുക. ജിഷന്റെ കൈ മുറക്ക പിടിക്കുക. എന്തോ തലയ്ക്ക് എന്തോ പ്രശ്നം പോലെ എന്ന് പറയാലും ഓളവിടെ വിൽക്കലും ഇരുന്നുകൊണ്ട് അവിടെ ജിഷ വേഗം വണ്ടിയിലേക്ക് തലെടുത്ത് ചിന്തയിച്ചോളൂ. ജിഷയ്ക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണാൻ ഒരാള് ബോധം കെട്ട് വെക്കുക എന്ന് പറഞ്ഞാല് അപ്പടി കാര്യം ബോധം കെട്ട് വെക്കുക. നമ്മളെ അറിവിലൊക്കെ ബോധം കെട്ട് വീണവരുണ്ട്, അതോടെ ബോധം കെട്ട് വീണ. അപ്പൊ ഇവിടെ ഉറക്കാൻ നിലവിളിക്ക് ജിഷ. അപ്പൊ അടുത്ത വീടന്നില്ലല്ലോ, അതിന് അവിടെ ഉള്ള പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും ഓടി വരിക. കൊടുത്തല് ഇവനും ഓടി നോക്കുമ്പോ ഉണ്ടാവുള്ളു ഇവള് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ ജിഷന്റെ മടിയിലേക്ക് തലി വെച്ച് അങ്ങനെ വിയർത്ത് കുളിച്ച് കിടക്കണം. അപ്പടി അരി അവിടെ ഇങ്ങോട്ട് എടുത്തിട്ട് കോരി എടുത്തിട്ട് കെട്ടിൻ്റെ മുകളിൽ കിടക്കും. അപ്പോൾ അവന് തോന്നുന്നത് ഞാൻ കാരണമാണ് ഇവൻ്റെ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം. എന്നെയൊന്നും ഒരിക്കലും ഒക്കെ അംഗീകരിക്കാനൊന്നും പറ്റില്ല, ഞാനിങ്ങനെയൊന്നും പറയത്തേന്. അങ്ങനെ വല്ലാത്തൊരു എന്ത് തന്നെ ഇടിവെട്ടിയ മാതിരിയായിപ്പോയി അവൻ്റെ ഓനെ ബോധം കെട്ട് വെക്കാൻ. ഞാൻ നന്നായി അന്നത്തെ മൈൻഡിൽ ഞാൻ ഓനും ബോധം കെട്ടാൻ എഴുതാൻ നന്നായി. അപ്പോൾ പിന്നെ ഒരു അമ്മ പറയും, മോളെ രേശം വെള്ളം എടുത്തുണ്ടാറ്, വെള്ളം കൊടിയാന്നറിയും. ഓൻ പറയും വെള്ളം കൊടിയാന്ന്. ലൈനിലുള്ള ഒരു അമ്മ പറയും, എൻ്റെ വീട്ടിൽ ഇച്ചിരി കാച്ചിയതുണ്ട്. പണ്ടൊക്കെ തലറ്റി വീണാൽ അങ്ങനെയാണ്. ഒരു കാച്ചിയത് എന്ന് പറഞ്ഞാൽ നെയ്യാണ്, അത് കാച്ചിയത്. അത് കൊണ്ടുവന്ന് കണ്ടിട്ട് നെറുവിലൊരിക്കും, കയ്യിൻ്റെ ഉള്ളിനടിയിലൊരിക്കും, കാലിൻ്റെ ഉള്ളിനടിയിലേക്കും, ചുവടിൻ്റെ അവിടെ കാണിക്കണമൊക്കെ അവസ്മാരത്തിനാ ചെയ്യുക. പക്ഷെ ഞങ്ങളവിടെ എടുത്തുണ്ട് തൊലട്ടി എപ്പോഴും ബോധം കെട്ട് വെക്കണത് ഞങ്ങളെ ഗീത. അവളെ അമ്മ ചെയ്യണത് അതൊക്കെയാണ്. അമ്മ ഇത് വെച്ചിട്ട് ഞാൻ എഴുതിയത് കാച്ചിയത് തൊട്ട് വെച്ചാൽ ആക്കണ്ടാവും എന്നുള്ളത്. അങ്ങനെ മുപ്പത്തി അവൻ പറയും എടുത്തോണ്ട് വെച്ചിന്ന് പറയാം. അങ്ങനെ അതെടുത്തുണ്ട്. ഇപ്പോഴല്ലേ ഡോക്ടറെ അടുത്തേക്ക് ഓടി പോവുക, പ്രഷർ കൂടി ഷുഗർ കൂടി എന്നൊക്കെ പറയാം. അന്നൊന്നും അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ശിശു ഒരു കൊപ്പയിൽ വെള്ളം എടുത്തുണ്ടോന്നുണ്ടോ മുഖത്ത് കടയാൻ വേണ്ടി. അപ്പോഴേക്ക് യമത്ത് എടുത്തുകൊണ്ട് വന്ന് വേഗം കയ്യിൻ്റെ ഉള്ളിനടിയിലും നിറവിലും പിന്നെ കാലിൻ്റെ അടിയിലൊക്കെ തേച്ച് കുറച്ച് മണപ്പിച്ചൊക്കെ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ആ കൊപ്പേന്ന് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അരി അവളെ മുഖത്ത് കൊണ്ടുപോയി. അപ്പോൾ ഒരു ഏസലില്ല, പിന്നെ ഇത്തിരി കൂടി ഇത്ര നല്ല ഒത്തിരി എടുത്തങ്ങോട്ട് പറയും. അപ്പോൾ ഇവളിങ്ങനെ മെല്ലെ കണ്ണു തുറന്ന് എല്ലാവരും ചുറ്റും നിൽക്കണം, കുഞ്ഞുങ്ങളും അമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട്. അവിടെ എന്താ അപ്പോൾ അത് ഇങ്ങനെ എല്ലാവരും വന്നിക്കണം എന്നുള്ളൊരു വെപ്രാളായിപ്പോൾ എന്തിട്ടാ പറ്റിയെന്ന് അറിയാത്തൊരവസ്ഥ. അവളിങ്ങനെ കണ്ണു തുറന്ന് ഇങ്ങനെ വട്ടം ചുറ്റി നോക്കിയോ മറ്റേ ആള്. അപ്പോൾ ഇവളെന്ത് വേഗം കണ്ണുപൂട്ടി കിടക്കും. അപ്പോൾ കണ്ണ് കുത്തി കണ്ട് വേഗം തിരിഞ്ഞ് കിടന്നാവും. അപ്പോൾ എല്ലാവരും ചോദിക്കും, മോളെ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ട്, ആക്കണ്ട ആ കുഴപ്പമില്ല അറിഞ്ഞോള് തിരിഞ്ഞ് കിടക്കും. അങ്ങനെ വെള്ളം വേണം വയ്ക്കും. ഒരു സ്ത്രീ ചോദിക്കും, മോളെ വെള്ളം വേണം, മോള് വേണ്ടാന്ന് തലോണ്ടാൻ കേട്ടാട്ടോ. അപ്പോൾ അവരറിയാം ഒന്നുമില്ല, ഒരു തലച്ചിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും പോകും. അപ്പം ചിശ കുറച്ചൊക്കെ വെച്ചിക്ക് ഇത്തിരി കാപ്പി തെറ്റ്
എന്നൊക്കെ ചോദിക്കും. വെള്ളം തേറ്റ് കാപ്പി തേറ്റ് അവരൊക്കെ പോയ ജിഷാന്ന് വയ്ക്കും. അങ്ങോട്ട് തിരിഞ്ഞെടുക്കാനല്ല, ആരും കണ്ടാച്ചിട്ട് എല്ലാവരും പോയി വെച്ച് എന്നാൽ എനിക്ക് ഇച്ചിരി വെള്ളം തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഓള് ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ കണ്ണു തുറക്കുക. ജിഷ വെള്ളത്തിന് വെള്ളം കാപ്പി എടുക്കാനും പോയിണ്ടാവും. അപ്പോൾ കണ്ണു തുറന്നപ്പോൾ മറ്റേ ആളെ കണ്ണ് അപ്പോൾ ഓള് മനുഷ്യൻ പോയി വെച്ച് കണ്ണു കൂട്ടിക്കാളും. കണ്ണു കൂട്ടി അപ്പോൾ മഞ്ജു ഒരു വിളിക്ക് തല ഉയർത്തിയത് എന്നാണ് ബോധം കേട്ടത്. അപ്പോൾ കണ്ണ് ഒന്നുകൂടി ചിമ്മി അടച്ചപ്പോൾ അവന് മനസ്സിലായി. അപ്പോൾ മഞ്ജു ഞാൻ പോവാണ്, ഞാൻ പറഞ്ഞതൊക്കെ സോറി, എൻ്റെ അവിവേകത്തിന് മാപ്പ്, പിന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണ്, സോറി ഇട്ടോന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഒരാളിങ്ങനെ താന്ന് പറയണൊക്കെ വലിയൊരു സഹതാപമാണ്. അപ്പോൾ നല്ല കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ കണ്ണിട്ട് കണ്ണിങ്ങനെ വികുന്ന കണ്ണീര്. അത് കണ്ട പഠന അപ്പോഴേക്കും അത് പറഞ്ഞുകൊണ്ട് വേഗം മുറി വിട്ടു പോകും. അപ്പോൾ ഒക്കെ ഒരു വിഷമമായിട്ടാണ്. ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെയൊക്കെ മുഖമാക്കിയിട്ട് പോകാൻ എന്തിനാ അപ്പോൾ അങ്ങനെ കണ്ണീര് അങ്ങനെ ഉറ്റി വെക്കുന്നുണ്ടല്ലോ, കണ്ണിന് ചുവന്ന് കിടക്കണ്ടല്ലോ കണ്ണിന്നൊക്കെ അങ്ങനെ ഇച്ചിരി ഒരു സ്പാർക്ക് അടിച്ചിട്ടോ. ഇത് പൊട്ടി ഒരു സൗണ്ടൊന്നുമില്ലേ, ഇച്ചിരി സൗണ്ടിൽ അങ്ങോട്ട് പറഞ്ഞല്ലോ അമ്മയൊക്കെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനൊന്നും കൂടി വായിക്കായിരുന്നു കേട്ടോ. ഇപ്പം ഞാനിത് ഇട്ടൊരുക്കായിപ്പോയി. ഞാൻ അങ്ങോട്ട് ഒരൊറ്റ ഓട്ടം ഓടിയാലാണ് അതാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് ഓടിയാൽ കഥൻ്റെ നല്ല ഭാഗങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. അതൊക്കെ കുറേ വിവരണങ്ങളും വർണ്ണനകളൊക്കെ അതൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇതിലൊരു വരി പോലും ഒഴിവാക്കാൻ പറ്റില്ല ഇനിയുള്ള എപ്പിസോഡിൽ. അപ്പോൾ ഇവൾക്ക് മനസ്സിൽ വല്ലാത്തൊരിത്. അപ്പോഴേക്ക് ജിഷ കാപ്പിയിട്ട് വരും. ചേച്ചി എനിക്ക് കാപ്പി കുടിക്കുക, ഹരിയിട്ടും പോയോ? അപ്പോൾ പറയും എനിക്കറിയില്ല, ഒന്നും പറഞ്ഞില്ലേക്കും. അപ്പോൾ അറിയില്ല എന്നറിയും. അങ്ങനെ അവൾ എണീച്ച് കാപ്പി കുടിക്കും. അപ്പം എങ്ങനെ ചേച്ചി? അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്തോ ചേച്ചി എന്തോ അറിയില്ല, തനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി എന്ന് പറയും. അപ്പോൾ അപ്പോഴേക്കുണ്ടാവും ഇടവൈന്നേ മോളെ വിളിച്ചിട്ടുണ്ട്. ചെറിയമ്മ സങ്കടപ്പെട്ട് ഓടി വരികയാണ്. ചെറിയമ്മൻ്റെ സീനാണ്. ആരോ പിന്നെ വഴിമെന്ന് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ വന്ന കുട്ടി തലറ്റി വീണെന്ന്. എന്താ മോളെ എന്ത് പറ്റിയ? ഒന്നുമില്ല ചെറിയമ്മ, വലിയ കുഴപ്പമില്ല, ഒരു ചെറിയൊരു തലയ്ക്കെന്തോ പെരുപ്പ് പോലെ, അങ്ങനെ ഞാൻ കിടന്നാണെന്ന് അറിയുള്ളൂ, ബോധമില്ലാണ്ടായി എന്നൊന്നും പറയില്ല. അങ്ങനെ കുറേ അവിടെ ഇരുന്ന് കാര്യം എൻ്റെ മൂക്ക് ഇങ്ങനെ ഉണ്ടായിണ്ടോ, ഒറ്റയ്ക്കില്ലേനിയോ, എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിണ്ടോ, പിന്നെ ഡോക്ടറെ കാണിക്കണോ? ഇല്ല എനിക്കൊന്നും ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല, ഇങ്ങനെയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല, എന്തോ അറിയില്ല, പ്രശ്നമില്ല, ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയും. അങ്ങനെ പിന്നെ കുറച്ച് നേരം സംസാരിച്ച് നമ്മളെ കാപ്പി കുടിക്കുമ്പോൾ കാപ്പി കുടിച്ച് ദിശ കൊണ്ടുതന്ന് കാപ്പി കുടിച്ച് ചെല്ലുമ്പോന്നൊക്കെ പറയും. എന്തേ കഴിക്കുക, ഇനിയിപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയാം. അങ്ങനെ എന്നാൽ മുളിച്ചിരി കിടന്നോന്ന് പറഞ്ഞ് ചെറിയമ്മ ചെറിയച്ഛനൊക്കെ രാത്രി കഞ്ഞിയൊക്കെ വെച്ചെടുക്കണം. സൗണ്ട് ഉണ്ടോ? കഞ്ഞിയൊക്കെ വെച്ചെടുക്കണം. പിന്നെ കിടക്കണവരൊന്ന് ശല്യപ്പെടുത്തേണ്ട. ഇന്ന് രാവിലെ നമുക്ക് പിന്നെ പറയാൻ പറ്റിയില്ല, എനിക്ക് കണ്ണ് കാണില്ല, എന്നെ കാണില്ല. ഈ എഴുത്ത് നന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ എഴുത്ത് അത്രയ്ക്ക് കുഞ്ഞാന്നുള്ള എഴുത്താണ്. അങ്ങനെ പിന്നെ ചെറിയമ്മ കഞ്ഞിയൊക്കെ വെക്കാനൊക്കെ പോയി. അങ്ങനെ ഇവളിങ്ങനെ കിടന്നിട്ട് ഇവൾക്ക് വല്ലാതെ ഫീലായിപ്പോയി. ഇവളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. പിന്നെ നല്ല വെറുപ്പോടെ നിന്നിട്ട് പിന്നെ ആ ആള് വന്നിട്ട് ഇങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷൻ അവളെ മുന്നിൽ നിന്ന് ഒരു മാപ്പിനെ ഇറന്ന പോലെ നിന്നിട്ട് കണ്ണീരോടെ ഇറങ്ങിപ്പോയത് അവളെ ഹൃദയത്തിലാണ് കൊണ്ടത്. അത്രയ്ക്കൊക്കെ വിഷമമായിട്ട് അവള് വിചാരിക്കും, എന്തിനാപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, എന്തിനാപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്, എന്തിനാപ്പോൾ കണ്ണിലൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴിക്കുന്ന മാതിരി ആയിട്ട് പോയത്, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എന്താ പറഞ്ഞത്, പിന്നെ ഇവിടെ ആരുമില്ല, ഒറ്റയ്ക്ക് എൻ്റെ അടുത്തൊന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ അവൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കട്ടെ. അപ്പോൾ അവൾക്ക് അവളെ മനസ്സിലെ ഒരു സാധാവോ ഒരു ഇതൊക്കെ മനസ്സിലിങ്ങനെ തോന്നി. അങ്ങനെ പിന്നെ ഇവള് അപ്പോൾ വിളക്കെടുത്ത് കൊണ്ടുവെക്കണ്ട കേട്ടോ. വിളക്കെടുത്ത് കൊണ്ടുവച്ചിട്ട് ഇവള് എന്താ ചെയ്യണമെന്ന് അറിയാം, അത് പറയാൻ മറന്നുപോയി. വിളക്കെടുത്ത് കൊണ്ടുവച്ചിട്ട്
മറന്നു പോണാണ് ഇഷ്ടംമാരെ. അങ്ങനെ അവള് മെല്ലെ നീച്ച് വന്നു. പിന്നെ മേശപ്പുറത്തുണ്ടാവും ആ മുല്ലപ്പൊതി അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ജിഷന്റെ പണി ഉണ്ടല്ലോ കൊച്ചു കൊച്ചു വൈകുന്നേരം, അതിൻ്റെ അതിലൊക്കെ ഓട്ടത്തിലാണ്. അവന് ആ വാരിക അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മെല്ലനെ ആ വാരിക അങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, മെല്ലെ മടക്കിയിട്ട് വേഗം ഓരോ കിടക്കൻ്റെ അടിയിൽ കിടക്ക പൊന്തിച്ച് അടിയിലേക്ക് വെച്ചേക്കും. പിന്നെ ഓള് വന്നിങ്ങനെ അകത്ത് വന്നിട്ട് പിന്നെയും അവിടെ തന്നെ കിടക്കും. അപ്പോൾ പിന്നെ ജിഷ വന്നിട്ട് ചേച്ചി ഈ പൊതി എന്താ, അത് ആര് വെച്ചതാ? അവളൊന്നും മിണ്ടിയില്ല. അവള് തുറന്നു നോക്കിയപ്പോൾ അങ്ങനെയാണ് ബോധം കിടന്ന്. എനിക്ക് മറന്നുപോയതാണ്. ജിഷ വന്ന പാടന്ന് പിന്നെ ആ മുല്ലപ്പൊതി എടുത്ത് പിന്നെ ഇതെന്താ ചേച്ചി മുല്ലപ്പൊതി? അപ്പോൾ അവളറിയാം, അവളൊന്നും മിണ്ടില്ല. അയ്യോ ഇത് മുല്ലമാലയാണല്ലോ, ഇതാരും കൊണ്ട് വെച്ചാൽ അതാ അരി കൊണ്ട് വെച്ചതാണെന്ന് അറിയുമ്പോൾ അതെന്തിനു ഞാൻ ചെറിയമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അമ്മയ്ക്ക് ഇപ്പോൾ മുല്ലപ്പൂ വെക്കാത്ത കുറവാണത്, ഓളെ വിചാരം അമ്മയ്ക്ക് തന്നെ കൊണ്ടുകൊടുത്തതാണെന്നാണ്. അപ്പടി ഇവിടെ അങ്ങനെ മണത്തിട്ട് പറയാം എന്ത് വേണമെന്ന് പറഞ്ഞ് കണ്ട് ഓളെ മുഖത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് മുക്കിൽ വെച്ച് അമർത്ത് നല്ല മണല്ലേന്ന്. അപ്പോഴൊക്കെ തലക്ക് പെരുപ്പ് വന്നായിട്ട് അത് പറയാൻ മറന്നുപോയി. ഇപ്പോൾ പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം വായിച്ചേക്കും. ഇപ്പം മെമ്മറിയിൽ നിൽക്കണില്ല. ഇത്രയും കഥ പറഞ്ഞ് ഞാൻ ഒരൊറ്റ വട്ടത്തിൽ വായിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതൊന്നും ഇനി ഒറ്റപ്പിടി നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മറ്റേലൊക്കെ കുറേ ഒഴിവാക്കി പോയത്, അത് ഞാൻ പറഞ്ഞു ഇനിയും പറയാൻ പാടില്ല. അങ്ങനെ അപ്പോഴാണ് ഓള് ബോധം കെട്ടുകയാണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓള് പിന്നെ മെല്ലെ നീച്ച് വന്ന് ഇനിയിപ്പോൾ ഈ വാരികയും ജിഷ എടുക്കുമോ, എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടാൽ ചെറുമൊക്കെ കണ്ടാൽ ഓളെ പറ്റി എൻ്റെ എഴുതിയെന്ന് അറിയില്ലല്ലോ, മോശമല്ലേ ആരെങ്കിലും അറിഞ്ഞാൽ അല്ല ഇത് കണ്ടാൽ. അപ്പം അത് മെല്ലെ എടുത്ത് കണ്ട് നശിപ്പിച്ച് കളയണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം മെല്ലെ നീച്ച് വരും. ജിഷ എടുത്തോ? വലിയ ജിഷ ഇല്ല, ജിഷ പുറത്തേക്കൊക്കെ പോയതാണ്. അപ്പോൾ മെല്ലെ വാരിക എടുത്ത് കണ്ടിട്ട് കിടക്കേണ്ട അടി കൊണ്ടുവച്ച് അത് നമ്മൾ പറഞ്ഞു. അപ്പം മുല്ലമാല മണത്തിട്ടാണ് അവൾ പോകാനായിട്ട് അമ്മായിരി മുല്ലമാലയല്ലേ കൊണ്ടുകൊടുത്ത്, അമ്മായിരി വാക്കുകളാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഇവളിങ്ങനെ ഇതിനുള്ളിൽ എന്താണെന്നറിയാം ഒരു ജിജ്ഞാസ. അങ്ങനെ അപ്പോൾ അവൾക്ക് നോക്കാൻ പറ്റില്ല, ജിഷ ഓടി നടക്കുന്നുണ്ട്, ചെറിയമ്മ ഓരോ ഇതായിട്ട് അവളെ വയ്യ നടക്കുന്നുണ്ട്, ഇടക്കുള്ളിൽ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പണിയിലാണ്. അപ്പോൾ ഇങ്ങനെ കാല് കട്ടി അങ്ങനെ കിടന്ന്. അപ്പോൾ ചെറിയമ്മ വെച്ച് മോള് കിടക്കണം, എന്താ കുഴപ്പമില്ല. പിന്നെ ഓള് വൈകുന്നേരം ഈ സന്ധ്യ സമയങ്ങളിലെ കാര്യമൊക്കെ വന്നാലും ഓൾ അകത്ത് പോയി കിടന്ന് വാരികയൊക്കെ നോക്കി വീക്കിലി ലൈബ്രറിയൊക്കെ നോക്കി വായിച്ചൊക്കെ കിടക്കാറാണ് പതിവ്. അപ്പോൾ പിന്നെ ചെറിയമ്മ വലിയ ഇതാക്കിയില്ല. അങ്ങനെ ജിഷ കിതാബും ബാഗൊക്കെ ആയിട്ട് എഴുതാനും പിടിക്കാനൊക്കെ ആയിട്ട് സിറ്റ് ഔട്ടിലേക്ക് പോയി, ഉമ്മറത്തേക്ക് പോയി. അപ്പോൾ ചെറിയച്ഛൻ വന്ന് പിന്നെ ചായയെല്ലാം കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് അവർ കുറച്ച് സംസാരമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കുലായിലിരുന്ന് സംസാരിക്കും. ആ സംസാരിക്കുന്ന സമയത്ത് ഇവളെന്ത് ചെയ്യും, ഈ കട്ടിൻ്റെ അടിയിൽ നിന്ന് ഈ വാരിക എടുക്കും. വാരിക എടുത്തിട്ട് ഇങ്ങനെ നിർത്തും. ഇങ്ങനെ കിടന്നുകൊണ്ടല്ല നിർത്തുന്നത്, ഇങ്ങനെ മറയ്ക്കുമ്പോൾ ഒരു തുണ്ട് പേപ്പറുള്ള മുഖത്തേക്ക് വരും. അപ്പം അവൾ അതെടുത്ത് കണ്ട് വായിക്കും. അത് ഞാൻ പറയണോ വായിക്കണോ? അത് നിങ്ങൾക്ക് വായിച്ചെന്നെ തരണം. സ്റ്റെറ്റ് നമ്മളിന്ന് തയ്യാറെടുപ്പിൽ നിന്നതാണ്. അപ്പം അവൾ ആ തുണ്ട് പേപ്പർ നിർത്തിയിട്ട് നോക്കുക. വാരികൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണ് നോക്കിയത്. മിക്ക ആളുകളും പണ്ട് അങ്ങനെ ആയിരിക്കില്ല ലവ് ലെറ്ററൊക്കെ വായിച്ചിട്ടുണ്ടാവുക. ആരൊക്കെ അങ്ങനെ വായിച്ച് കമൻ്റ് ഇട്ടോളൂ. എൻ്റെ പ്രായമുള്ളവരൊക്കെ അങ്ങനെ വായിച്ചിട്ടുണ്ടാവും. വീട്ടുകാരും കാണത്തിച്ചിട്ട് നമ്മളെ മനോരമ മംഗളം വീക്കിലൊക്കെ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് അവർ നോക്കുമ്പോൾ നമ്മൾ വാരിക വായിക്കണം, ഉള്ളിൽ ലവ് ലെറ്റർ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മാലാഖയ്ക്ക് ഞാൻ നിന്നെ അങ്ങനെ വിളിച്ചോട്ടെ, നിന്നെ കണ്ട മാത്രമേ എനിക്ക് നിന്നെ ഒരു മാലാഖയെ പോലെയാണ് തോന്നിയത്. മാലാഖ പരിശുദ്ധിൻ്റെ പര്യായം ഒക്കെ. പിന്നെ നിന്റെ മറന്നു പോണേ നിന്നിൽ തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യം
നിൻ കണ്ണിൽ ചാലിച്ചെഴുതിയ വിഷാദഭാവം. ഒരിക്കൽ പോലും നീ മന്ദഹസിച്ചിട്ടില്ല. ഷമീര്, ഞാനിത് കട്ടാക്കൂല. മന്ദഹാസം അതാണ് പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ ഒഴുകി പറഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നീ എൻ്റെ സ്വപ്നത്തിൽ എന്നും മന്ദഹസിച്ച് വന്നിരുന്നു. അതിൽ നിഷ്കളങ്കത തുളുമ്പി നിന്നിരുന്നു. നല്ല വരികളാണല്ലേ, സൂപ്പർ. അടുത്ത വരി പറയാണ്, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇനി എനിക്കത് മനസ്സിലിട്ട് പൂട്ടി വെക്കാൻ പറ്റൂല. ഞാൻ പൂർണ്ണമായും നിന്നിലേക്ക് അടുത്തു കഴിഞ്ഞു. എന്ത് കണ്ടിട്ടാണ് അങ്ങനത്തെ വാക്കൊക്കെ അടിച്ചാ പൊട്ടണ വാക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ടല്ലേ പറയാം. അതൊക്കെ ഫസ്റ്റ് തന്നെ ഒരു ലവ് ലെറ്റർ എന്ന് കണ്ട നാൾ മുതൽ നിന്റെ ആ മുഖം എൻ്റെ സ്വന്തമായിട്ട് തന്നത്. അത് പറഞ്ഞ പോലെ നമ്മൾ മുന്നേറ്റം പറഞ്ഞ പോലെ പിന്നെ അല്ല, എന്നോട് പറഞ്ഞല്ല കേട്ടോ. സ്കൂൾ പഠിക്കുമ്പോ ആർക്കോ കൊടുത്തതാ. അപ്പം ഞാൻ ഇതിൽ നോക്കിയാൽ ശരിയാവില്ലല്ലേ. ഞാൻ നിനക്ക് വേണ്ടി മാത്രം നാളെ പാടും. അത് കേൾക്കാൻ നീ വരണം. നിന്നിൽ നിന്ന് അല്പം സ്നേഹം മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നീ നിഷേധിക്കരുത് എന്ന്. അല്ല, അതിന് കൂടുതൽ നാളെ ആ മുല്ലപ്പൂ ചൂടി വരണം എന്ന് നിന്റെ ഹരിയേട്ടൻ. ഇത്രയാണ് എഴുതിയത്. ഇവള് വിചാരിക്കുക, എന്താ മനുഷ്യൻ ഇങ്ങനെയൊക്കെ എഴുതിയത്, ഇതിനെ പറ്റി എന്ത് വിചാരിക്കും ചെറിയമ്മ. പിന്നെയൊക്കെ അതില് അത്രേ ഉള്ളൂ. അവൾ സൂക്ഷിച്ചൊന്നും വെച്ചില്ല. അവൾ അങ്ങനെ തന്നെ നീച്ച് ആ തുണ്ട് പേപ്പർ കുറേ കുഞ്ഞു കഷ്ണാക്കി പിച്ചിട്ട് നമ്മൾ വീഡിയോ ചാഞ്ചാടുണ്ട്. നമ്മളിവിടെ കട്ടാക്കാൻ പോവാണ്. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പോൾ മഞ്ജുവിൻ്റെ ഹൃദയം വല്ലാതെ മിടിച്ച്, ഇങ്ങനെ മിടിപ്പ് ഭയങ്കരമായിട്ട്. അവൾ തുണ്ടാക്കി കീറി കയ്യിൽ ഇങ്ങനെ ചുരുട്ടി കൈ പിടിച്ച്. ഇവൾ വിചാരിക്കും, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇത്രയും ആൾക്കാരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വയ്യ നടന്നുണ്ട്, പ്രേമലേഖനം തരാൻ ശ്രമിച്ചിട്ടുണ്ട്, നമ്മൾ മേടിച്ചില്ല, ഒന്നിലും പെടാണ്ട് ഇതുവരെ എത്തി. ആരോടും ഒരു സിമ്പതി ഒരു സംഭവം തോന്നിയില്ല അങ്ങനെ പറഞ്ഞു നടന്ന ആളോട്. ഇതിപ്പോൾ എന്താണ് ഈ അവസ്ഥ എന്നുള്ള അറിയില്ല. അവളിങ്ങനെ മെല്ലെ ഒന്നുകൂടി ഞാൻ നോക്കട്ടെ. പ്രേമം നിറഞ്ഞ ചാബല്യത്തിന് പിടികൊടുക്കാത്തൊരു കുട്ടിയാണ് മഞ്ജു. എല്ലാവരോടും നിരസിച്ചിട്ട് പ്രേമലേഖനങ്ങളൊക്കെ അങ്ങോട്ട് മേടിക്കാതെ അതവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അവൾ. ഇന്നിപ്പോൾ ഇതൊരു മനുഷ്യ ഒരു സ്നേഹത്തിൻ്റെ ഉറവിടം തേടി അവളടുത്തേക്ക് വന്നിക്കണം. അവൾക്ക് എന്തെന്നില്ലാത്ത ഈ മനുഷ്യനോട് എന്താ മറുപടി പറയുക, മറ്റവർക്ക് കൊടുത്ത പോലത്തെ മറുപടി തന്നെ പറയാമോ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവൾ എത്തിപ്പോയി. അതെന്തുകൊണ്ട്? ആ നിറഞ്ഞ കണ്ണുകളോടെ ഇറങ്ങിപ്പോയതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് നോ എന്ന് പറയില്ല. അപ്പോൾ ഷോർട്ട് ബ്രേക്ക് എടുക്കുക. ഷോർട്ട് ബ്രേക്ക് അല്ല, നാളെ വരെയുള്ള ലോങ് ബ്രേക്ക് എടുക്കുക. നമുക്കിവിടെ വെച്ച് നിർത്താം. അപ്പം നമ്മളെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പിന്നെ അപ്ലോഡ് ആവാതിക്ക പ്രശ്നം വന്ന്, ഇന്നലൊക്കെ പ്രശ്നം വന്ന്. അപ്പം നമ്മൾ ഇച്ചിരി പറഞ്ഞ എല്ലാവർക്കും സുഖമായിട്ട് കേട്ട് പോവാലോ. ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ട് തീർക്കണ്ട. ടാറ്റാ. നമ്മളെ വട്ടപ്പെട്ട എങ്ങനെ ഓണത്തിന് ചോടാൻ വേണ്ടി മേടിച്ചതാ. നമ്മൾ എന്തെല്ലാം വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഫാൻസിന്ന്. ഞാൻ കാണിച്ചു തരാം. പാവം ഇതാ നമ്മളെ ബുക്കൊക്കെ നമുക്ക് അടിച്ചു വെക്കാം. ഞാനിവിടെ ഞാൻ വായിച്ച വരെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇതാ. ആദ്യം ഇതിനൊരു കയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ദ്രവിച്ചു പോയതാണ്. അത് ഒരു ഡയറിയാണ്. അതിൽ എഴുതിയതാണ്. ഡയറി കിട്ടിയപ്പം കഥ എഴുതണം തോന്നിയപ്പോൾ എഴുതിയതാണ്. അപ്പം നമ്മൾ ഉണ്ണിയേട്ടൻ്റെ കണ്ണാടിയൊക്കെ മടക്കി കാഴ്ചക്കുള്ള കണ്ണാടിയാണത്. നമ്മളത് ഭംഗിക്കുള്ള കണ്ണാടി. അത് വെച്ചിട്ട് കാര്യമില്ല, എഴുത്തൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ സൂചിയൊക്കെ കുറക്കട്ടോ, നമുക്ക് ആ എഴുത്ത് കാണാം. അങ്ങനെ നമ്മൾ ഓണ കളക്ഷനാണിത്. പൊട്ട് ടടേ, നല്ല പ്രസ്സായിട്ടിരിക്കണം പൊട്ടാട്ടോ. അതിൻ്റെ വലുത്. പിന്നെ ഇത് ഓണത്തിന് തൊടാൻ കുറച്ച് വലുത്. അപ്പം അതൊക്കെ വാങ്ങി. പിന്നെ നമ്മളെ നല്ല അടിപൊളി ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലവ്ച്ചിൻ്റെ ഒക്കെ ആയിട്ട് കണ്ടോ. ലിപ്സ്റ്റിക്കൊക്കെ അവിടെ കുറേയുണ്ട്. അതാണ് കേട്ടോ നമ്മളിട്ടതെന്ന്. നമ്മളെ വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങണമെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ നീണ്ടു പോകും.
ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാണാത്തവർക്ക് ലാസ്റ്റ് അങ്ങോട്ട് കട്ടാക്കിയാണ്ട് പോവാനോ അല്ലേ എൻ്റെ മോനൊക്കെ. പിന്നെ ഇത് അടുത്ത ലിപ്സ്റ്റിക്ക്, ഇതിന് കുറച്ച് വില കൂടുതലാട്ടോ. അപ്പോൾ ഇത് പിന്നെ ഒരു പ്രത്യേക കളർ, അത് ഞാൻ ഇട്ടില്ല. പിന്നെ നമ്മൾ വാങ്ങി 2 ക്യൂടെക്സ്. ഇത് വടക്കായിനി, ഇത് വടക്കായതല്ല കുറഞ്ഞിനി. അപ്പം എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ഇടണില്ല, ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഈ പച്ചട്ടാണ് ഞാനിട്ട് ഇതാ ഇതിട്ടിട്ട് ഒരു സുഖം കേട്ടോ, എൻ്റെ കൈക്ക് മഞ്ഞപ്പിത്തം പിടിച്ചാൽ. പിന്നെ നമ്മളിത് വാങ്ങി. അപ്പം നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കഥ കേൾക്കുന്ന പ്രതീക്ഷയുടെ നമ്മളെ 18ാമത്തെ വയസ്സിൽ നമ്മൾ നല്ല കടിച്ചാപ്പെട്ടാത്ത പ്രണയമൊക്കെ നടന്നു പോകുന്നൊരു പ്രായത്തിൽ നമ്മൾ എഴുതിയതാണ്. അപ്പോൾ നമ്മളെ കഥ കേൾക്കുമല്ലോ, കേൾക്കണം, നമുക്കൊന്ന് മെലിയണം, മുഖമൊക്കെ ഒന്ന് ഇച്ചിരി മെലിഞ്ഞ പോലെ ഉണ്ടല്ലേ. ടാറ്റാ. ഇന്ന് രാത്രി നമ്മൾ ഒരൊറ്റ ചപ്പാത്തി ചുട്ടിച്ച് നമ്മൾ കിടക്കാൻ നേരത്ത് തിന്നുള്ളൂ, എനിക്ക് കിടക്കുമ്പോൾ വിശക്കും. അപ്പം ഗുഡ് നൈറ്റ് പറയണേ. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ചുരുക്കാൻ പോലെ. നമ്മളെല്ലാവരും എന്താണ് സുന്ദരി സുന്ദരന്മാരാണ്. ടാറ്റാ, ലവ് യു, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് അങ്ങനെ പറയണല്ലേ.